ക്ലിപ്പാണ്. പാവം ഫൈസൽ മൊയ്ലിയാർ സാധനം എന്താണ്, ഈ ചങ്ങായിക്ക് എന്താ മനസ്സിലായിട്ടില്ല. പാവാണ്. ജിന്ന് പിശാചിന് വേണ്ടി വാദിക്കാൻ അള്ളാഹു നിയോഗിച്ച ഒരു പരീക്ഷണമായ ഒരു മനുഷ്യനാണ് ഇയാൾ. പിശാചിന് വേണ്ടിയാണല്ലോ ഇയാളെ സമ്പത്തും ആരോഗ്യവും സമയവും ഈ ഫൈസൽ മൗലിയാരും അവരുടെ കോളേജും ചെലവാക്കുന്നത് എന്തിനാ? അള്ളാഹിനോട് കടമെന്ന് പറയാനല്ല, പിശാചിനോട് തേടുന്നത് ജിന്ന് പിശാചിനോടുള്ള എല്ലാ സഹായത്തോട്ടും ഷിർക്കാണെന്ന് പറയാനുമല്ല, എല്ലാ സഹായത്തോട്ടും ഷിർക്കല്ലാന്ന് സ്ഥാപിക്കാനാ. ഇവിടെ എന്താ വിഷയം? ഇവിടെ നമ്മൾ ഈ മരിച്ചവരെ വിളിച്ച് തേടുന്ന സമസ്തക്കാർക്കെതിരെ മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന മറുപടി എന്താ? ഷാർജയെ കൊടുത്ത മറുപടി, മണ്ണാർക്കാട് കൊടുത്ത മറുപടി, ഉമർ മൗലവി കൊടുത്ത മുഴുവൻ മറുപടി എന്താ? നമ്മുടെ വാദമായിരുന്നോ മറുപടി? ആണോ? ഫൈസൽ മൗലവി, നിങ്ങൾ ചോറ് തിന്നണ മനുഷ്യനല്ലേ, എന്തിനായി പിശാചിന് വേണ്ടി വാദിച്ച് ഇങ്ങനെ പൊള്ളു പറയുന്നത്? നമ്മൾ അവർക്കൊരു മറുപടി കൊടുത്തിരുന്നോ? ആ മറുപടി നമ്മുടെ വാദമായിരുന്നോ? എന്താ നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന മറുപടി? മണ്ണാർക്കാട് കൊടുത്ത മറുപടി എന്താ പറയും നിങ്ങൾ? മണ്ണാർക്കാട് ഫൈസൽ മൗലവിക്ക് അല്ല സക്രിയ സലഹി കൊടുത്ത മറുപടി എന്താ? നമ്മൾ ഒന്നിച്ചിരുന്നപ്പോ അവര് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടാൻ അവർ തെളിവായി കൊണ്ടുവന്നു. അൽവി സക്കാഫി, സുലൈമാൻ സക്കാഫി, ജൂനിയർ കാന്തപുരം ഒക്കെ. ഏത് യാ ഇബാദല്ലാ എന്ന് പറയുന്ന ഹദീസ് നമ്മൾ എന്താ മറുപടി കൊടുത്തത്? അത് നമ്മുടെ അത് തെളിവിന് കൊള്ളില്ല, ഹദീസ് ലൈഫാണ്, നമ്മുടെ വ്യവസ്ഥക്കപ്പുറമാണ്, അല്ലേ? അത് നമ്മളെ മറുപടി അവിടെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അവർക്കൊരു മറുപടി കൊടുത്തിരുന്നു. അതെന്താ? അത് ഷാർജയിൽ ഹുസൈൻ സലഫി എല്ലാവരും കൊടുത്തു. മുമ്പ് ഉമർ മൽ ചെറിയ മുണ്ട് ഒക്കെ കൊടുത്തു. എന്താ മറുപടി? നമ്മുടെ വാദം ആ മറുപടി. അത് ഇനി നിങ്ങളുടെ വാദത്തിന് അത് തെളിവല്ല. ഇനി നിങ്ങളെ കൊണ്ടുവന്നതിലും എന്തില്ല, നിങ്ങൾക്ക് തെളിവില്ല. അതിൽ മരിച്ചവരെ വിളിച്ച് തേടുന്ന വിഷയമില്ല. അവിടെ മുസ്ലിം ജിന്നും മലക്കുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷൗക്കാനിയെ പോലുള്ളവർ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ വാദമായിരുന്നോ? ആ മറുപടി നമ്മുടെ വാദമായിരുന്നോ? അവിടെ മുസ്ലിം ജിന്നും മലക്കുമാണ്, ഷൗക്കാനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, മറ്റു പലർക്കും അങ്ങനെ അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഇമാം നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, മറ്റവരങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ വാദ? ഫൈസൽ മൗലവി, എന്തിനാ ഈ പാവങ്ങളെ, ഈ പാവപ്പെട്ട ചങ്ങായിയൊക്കെ വലിയൊരു താടിയുള്ള ചങ്ങായിങ്ങളെ പിന്നിലിരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കണ കണ്ട നിങ്ങളിത് പറയുമ്പോൾ മറുപടി വാദല്ല എന്ന് പറയുമ്പോൾ സാധുക്കളാണ്, അറിയായിട്ടാണ് മൗലവി ആയിട്ട് നിങ്ങൾ എന്തിനാ ഈ പാവങ്ങളെ ഈ AP സമസ്തമായി നിങ്ങൾ അണികളായിക്കല്ലേ? നിങ്ങൾ പറഞ്ഞ സത്യം വിചാരിച്ച് ഐറ്റങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത മറുപടി മുമ്പ് എല്ലാവരും കൊടുത്ത മറുപടി അത് നമ്മുടെ വാദമാണോ മറുപടി കൊടുക്കുന്നത്? ആണോ? ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, സൂര്യനെയും ചന്ദ്രനൊക്കെ എടുത്തിട്ട് ഇത് അള്ളയാണ് എന്ന് പറയുന്നത്, അത് ഓലെ ബോധ്യപ്പെടുത്താനാ, അത് അള്ളല്ലാന്ന്. മനസ്സിലായോ? അതുപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇപ്പൊ മക്കത്തെ മുശ്രിക്കുകളോട്, അവർ അള്ളാഹ്ക്ക് പെൺമക്കളും അവർക്ക് ആൺമക്കളുമാണ്. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ആൺമക്കളും എനിക്ക് പെൺമക്കളും ആക്കിയിട്ടാണോ നിങ്ങൾ കൽപ്പിച്ചത് എന്ന്? അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് ആൺമക്കൾ ഉണ്ടെന്നാ? അള്ളാഹ്ക്ക് പെൺമക്കളല്ല ആൺമക്കളുണ്ടെന്ന്, അതാ മറുപടി? അങ്ങനെ എല്ലാം സ്ഥാപിക്കാം. വല്ലാത്ത മനുഷ്യനാണ് ഫൈസൽ മൗലവി. നിങ്ങൾ ജിന്നി പിശാചിന് വേണ്ടി വാദിച്ച് ഈ പൊട്ടത്തരം പറയാൻ നടക്കരുത് കേട്ടോ. മനസ്സിലായോ? മറുപടികൾ അങ്ങനെ പലതുണ്ടാകും. അത് നമ്മുടെ വാദമല്ല. അവരെന്തിനാണോ അത് കൊണ്ടുവന്നത് അതിനത് മറുപടിയല്ല, അത് തെളിവല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പറഞ്ഞത് ഇന്നതാണെന്നും ബോധ്യപ്പെടുത്തും. എന്നിട്ട് നമ്മൾ അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു അത് തെളിവിന് കൊള്ളാത്ത സാധനമാണ്, അത് തെളിവിന് കൊള്ളൂല, നമ്മുടെ വ്യവസ്ഥക്കപ്പുറമാണ്. ഇനി നിങ്ങളത് കൊണ്ടുവരുന്ന എന്തിനാ? നിങ്ങൾക്ക് പ്രമാണമായിട്ടല്ലേ? അത് അതിലില്ല, അതിലുള്ളത് ഇത്ര ഉള്ളൂ, അതിലുള്ളത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാദം എന്നാണോ അതിന് മറുപടി പറയാ? അതാണ് നമ്മുടെ മറുപടി, അതാണ് നമ്മുടെ വാദം? അത് അവരുടെ വാദത്തിൽ കൊണ്ടുവന്ന തെളിവല്ലെന്ന് പറയാ. അതിനാണ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. ഇതന്നെയല്ലേ നമ്മൾ മുമ്പും പറഞ്ഞത്? ഫൈസൽ മൗലവി, നിങ്ങൾ ജിന്നി പിശാചിന് വേണ്ടി വാദിച്ച് ഇവിടെ എത്തിയല്ലോ. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഈ കോളേജും അതിനൊക്കെ ഇറങ്ങിയ ആളുകൾ നമ്മളെ വിളിക്കുന്നു ഹിക്മി ബിരുദമുള്ളവര്. ജിന്നി പിശാചികളോട് തേടിയ ശിർക്കല്ലെന്ന് വ്യക്തമായി അവർ പറയുന്നു. നിങ്ങൾ എന്താ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ സമ്പത്തും ആരോഗ്യം ചെലവഴിക്കുന്നത് എന്തിനാ? ജിന്നി പിശാചിനോടുള്ള എല്ലാ സഹായത്തോടും ശിർക്കാണെന്ന് പറയാനല്ലല്ലോ, അല്ലെന്ന് സ്ഥാപിച്ചെടുക്കാനല്ലേ. അതിനെ സമസ്തക്കാരും മരിച്ചവരോട് വിളിച്ച് തേടുന്നത് ശിർക്കല്ലാത്തുണ്ടെന്നും അത് അനുവദനീയാണെന്ന് സ്ഥാപിക്കും. നിങ്ങൾ അനുവദനീയാന്ന് ഇപ്പൊ പറഞ്ഞിട്ടില്ല, തെളിവുകളൊക്കെ അനുവദനീയാണേണം. നിങ്ങൾ അവിടേക്ക് എത്തിക്കും. ഈ മനുഷ്യന്മാരെ നിങ്ങൾ ശിർക്ക് പിശാച് അങ്ങനെയാണ്. തൗഹീദുള്ളവരെ പെട്ടെന്ന് കിട്ടൂല. നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. ഞങ്ങൾ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ഈ ഫൈസൽ മൗലവിയുടെ കൂടെ പോയിട്ട് നിങ്ങൾ നരകത്ത് പോകേണ്ട വിശ്വം സഹോദരങ്ങളെ. നിങ്ങൾ വലിയ പണ്ഡിതന്മാരും മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾ കുഞ്ഞു മുഹമ്മദ് മദനി പലപ്പോഴും ഹുസൈൻ സൽഫിയും പാട്ടുകാരനെ ഹുസൈൻ സൽഫിയൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഫൈസൽ പറഞ്ഞ വാദം പറയുന്നുണ്ടോ? CP സലീം പറയുന്നുണ്ടോ? പറയില്ല, അവർക്കൊക്കെ അറിയാം. പക്ഷെ പറ്റൂല. അണികൾ മൊത്തം ഫൈസലിന്റെയും ഹാരിസ് സലീമിന്റെയും സിറാജ് ബാലുശ്ശേരിയുടെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഈ മറ്റേ മാലിക് സലഫിയുടെയും അബൂബക്കർ സലഫിയുടെ ഒക്കെ കൂടെയാണ്. ഐറ്റങ്ങളൊക്കെ പാടെ നരകത്ത് കൊണ്ടിട്ട് കൊടുക്കണ്ടാച്ചിട്ട് ഐറ്റങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ഗ്രൂപ്പ് വീണ്ടും ആവും. എല്ലാ അണികളും ഒക്കെ പാടെ ഫൈസലിന്റെ കൂടെ പോയി വിസ്റ്റം പിരിയും. അതുകൊണ്ടാണ് അവരൊക്കെ മിണ്ടാതിരിക്കുന്നത്. അള്ളാഹു വല്ലാത്തൊരു പരീക്ഷണമാണ് ഈ വെച്ചിട്ടുള്ളത്. പടച്ചോൻ കാക്കട്ടെ നമ്മളെ.